ഹായ്, ഇടുക്കിയിലെ മിടുക്കി ടു യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഞങ്ങൾ നിൽക്കുന്ന കോട്ടയത്താണ്. കോട്ടയത്ത് നമ്മുടെ മമ്മൂക്കാടെ സിനിമയിൽ നല്ലൊരു വേഷം ഞങ്ങൾക്ക് കിട്ടി. ഞാൻ പോലീസായിട്ടും നമ്മുടെ സുനിത കട്ടപ്പന പിന്നെ അഡ്വക്കേറ്റായിട്ട്, അതായത് ഇടുക്കിയിലെ മറ്റൊരു മിടുക്കിയാണ് കേട്ടോ. ഞങ്ങളുടെ ഷോർട്ട് ഫിലിം ഗ്രൂപ്പിനകത്ത് ഇന്നലെ ഈ കഴിഞ്ഞ ആഴ്ച ആടാക്കി ഇന്നലെ തന്നെ ഞാൻ വർക്കിന് കൊണ്ടുവന്ന് അഡ്വക്കേറ്റായിട്ടൊരു വേഷം കിട്ടി. അതൊക്കെ ഒരു അനുഗ്രഹമാണ്. ഭാഗ്യമുള്ളവർക്ക് തേടി വെക്കേണ്ട തന്നെ വരുമെന്ന് പറയുന്നത്. അതെ, എനിക്കും അത് പറയാനുള്ളത്, ഇടുക്കിയിലെ മിടുക്കി എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും മിടുക്കിയായ കുട്ടിയാണ് ഈ നിൽക്കുന്നത്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഇനി നമ്മൾക്ക് ഒരുപാട് ഷോർട്ട് ഫിലിം എടുക്കാനുണ്ട്. നിങ്ങൾക്കും അതിൽ അവസരമുണ്ട്, നിങ്ങൾക്കും വരാം. പിന്നെ എൻ്റെ സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഇന്ന് മമ്മൂക്കായുടെ ഒരു ഫിലിമിൽ അഭിനയിക്കാൻ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭാഗ്യം കിട്ടിയതിന് നന്ദി പറയുന്നു ദൈവത്തിനോട്. എല്ലാവരും ഞങ്ങളുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും ഞങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇടുക്കിയിലെ മിടുക്കി യൂട്യൂബ് ചാനലിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഷോർട്ട് ഫിലിം ഗ്രൂപ്പ് ആടിച്ചിട്ടുണ്ട്. ഒരു ഷോർട്ട് ഫിലിം റിലീസാക്കിയിട്ടുണ്ട്, നാടൻ പെണ്ണ്. രണ്ടാമത്തത് ഞങ്ങൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മളെല്ലാവരും കാണണം കേട്ടോ, നമ്മളെല്ലാവരും കാണണം. നമ്മളെ വിശ്വസിച്ച് ആത്മാർത്ഥമായിട്ട് ചങ്കുകളായിട്ട് കൂടെ നിൽക്കുന്ന ആൾക്കാരെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ അടുത്ത ഷോർട്ട് ഫിലിം നിങ്ങൾ പറഞ്ഞതിന് ചെയ്യും. അപ്പോൾ കൂടെ നിന്ന് ചതിക്കാതിരുന്നാൽ മാത്രം മതി. അതെ. കാരണം ഇത് പറയാൻ കാരണമുണ്ട് ഗൈസ്. ആദ്യത്തെ ഷോർട്ട് ഫിലിമിനത്തെ ഒരുപാട് ചതി പറ്റി. അത് ഞാൻ കുറേ ഓൺവോയ്സ് ഇട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരെ 7 അയിലൊക്കെ തോന്നി നിങ്ങൾ അടുപ്പിക്കരുത്. അത് നിങ്ങൾക്കും കൂടി ഒരു വാണിംഗ് ആണ്. ഒരുപാട് അനുഭവങ്ങളുള്ളതുകൊണ്ടാണ് പറയുന്നത്. സിനിമ എന്ന് പറയുന്നത് ഓരോരുത്തരുടെ സ്വപ്നമാണ്. സിനിമാ മോഹികൾ, അതുപോലെ തന്നെ കലാപരമായിട്ടുള്ള കഴിവുകളെ വളർത്തിയെടുക്കുക. അതുപോലെ തന്നെ ഒരു സിനിമയിൽ ഒരു മുഖം കാണിക്കാൻ ആഗ്രഹിച്ച് വരുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. അവരെയൊക്കെ ഒരു എന്താ പറയുക, അവർക്കൊക്കെ നമ്മളിലൂടെ അവരൊക്കെ ഒരു ഉയരങ്ങളിൽ എത്തുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, അതൊന്ന് വേറെയാണ്. നമ്മുടെയൊക്കെ കാലം കഴിഞ്ഞു, ഇനി വരും തലമുറകൾ ഇവരൊക്കെ ആയിരിക്കട്ടെ. ഇനി നയൻതാരയും പിന്നെ എന്തുവാണ് നമ്മുടെ കവിയൂർ പൊന്നമ്മയും ഒക്കെ ആയി വരേണ്ട താരങ്ങളാണ് ഇവര്. അപ്പം ഞങ്ങൾ ആരും ഒന്നും ഓർത്തേക്കരുത്. ഞങ്ങളുടെ ഉള്ളിലെ ഒരു പെയിനാണ് ചേച്ചി അത് പങ്കുവെക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ചേച്ചിയുടെ കൂടെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇടുക്കിയിലെ മിടുക്കി 2 യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. പുതിയ ചാനലാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അടുത്ത ഷോർട്ട് ഫിലിം എന്നാണ്? ഈ മാസം തന്നെ ആരംഭിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.